കുറഞ്ഞ ശമ്പളം അല്ലെങ്കിൽ ഓണറേറിയം അല്ലെങ്കിൽ അലവൻസ് കൊണ്ട് ജീവിക്കാൻ കഴിയില്ല എന്നുള്ളൊരു കാഴ്ചപ്പാട് വെച്ചുകൊണ്ട് ആൾ കേരള റേഷൻ ഡീലേഴ്സ് അസോസിയേഷൻ്റെ സമരം വരാൻ പോവുകയാണ്. സ്വാഭാവികമായിട്ടും നമ്മുടെ രാജ്യത്തെ പൊതുവിതരണ സമ്പ്രദായം ഏറ്റവും മികച്ചതാണ് എന്ന് കേരളം എപ്പോഴും അഭിമാനിച്ചിരുന്നു. കാരണം കേരളത്തിലെ റേഷൻ കട സംവിധാനം ഒരു ഗ്രാമം എടുത്തു കഴിഞ്ഞാൽ ആ ഗ്രാമത്തിൽ എല്ലാവർക്കും അന്നം കൊടുക്കുന്ന അല്ലെങ്കിൽ എല്ലാവരെയും ഊട്ടുന്ന ഒരു സ്ഥാപനമായിരുന്നു. അപ്പം ചമ്പാവരി, പച്ചരി, ചാക്കരി തുടങ്ങിയ എല്ലാ വിധത്തിലുള്ള അരിയും ഉണ്ടായിരിക്കും. ആട്ട ഉണ്ടായിരുന്നു, ഗോതമ്പ് ഉണ്ടായിരുന്നു, സൂചി ഉണ്ടായിരുന്നു, മണ്ണെണ്ണ ഉണ്ടായിരുന്നു, പഞ്ചസാര ഉണ്ടായിരുന്നു. അങ്ങനെ ഒരുപാട്. പിന്നെ ചില ഘട്ടങ്ങളിൽ തേയില കൊടുത്തിരുന്നു, ഓണഘട്ടങ്ങളിൽ എല്ലാ വസ്തുക്കളും കൊടുത്തിരുന്നു റേഷൻ കടയിൽ നിന്ന്. അപ്പോൾ റേഷൻ കട ഒരു ഗ്രാമത്തിൻ്റെ ഒരു ഐശ്വര്യമായി മുഖശ്രീയായി നിൽക്കുന്നതാണ്. പക്ഷേ അതിനകത്ത് കേന്ദ്ര സംസ്ഥാന ഗവൺമെൻറ്റുകൾ കാലാകാലങ്ങളിൽ പല തരത്തിലുള്ള പരിഷ്കാരങ്ങൾ നടപ്പിലാക്കി അതിൻ്റെ ഒരു ഇമേജ് കുറച്ചു. ഒരു വശത്ത് ത്രിവേണി ഷോപ്പുകൾ വന്നു, അതുപോലെ തന്നെ സിവിൽ സപ്ലൈസിൻ്റെ വന്നു, സപ്ലൈക്ക് വന്നു, പിന്നെ വളരെ വ്യാപകമായ തോതിൽ പിന്നെ മാർജിൻ ഫ്രീ ശൃംഖലകൾ വന്നു. ഇതൊക്കെ വന്നപ്പോൾ റേഷൻ കട ഒന്ന് ഡിമ്മായി. അതുപോലെ പലതരം കാർഡായി, വെള്ളക്കാർഡ്, മഞ്ഞക്കാർഡ്, ചുവന്ന കാർഡ്, പച്ചക്കാർഡ്, പിങ്ക് കാർഡ് എന്നൊക്കെ പറഞ്ഞ് വിവിധ തരം കാർഡുകളായി ആളുകളെ തരംതിരിച്ചു. ചിലർക്ക് മണ്ണെണ്ണ കൊടുക്കും, ചിലർക്ക് മണ്ണെണ്ണ കൊടുക്കൂല, ചിലർക്ക് 1/2 ലിറ്റർ കൊടുക്കും, ചിലർക്ക് 1 ലിറ്റർ കൊടുക്കും. അത് അരി ചിലർക്ക് 5 കിലോ കിട്ടുകയുള്ളൂ, ചിലർക്ക് 26 കിലോ കിട്ടും. അതുപോലെ ഗോതമ്പ്, എല്ലാത്തിലും ഒരു കശപുശ ബഹളമായി. പക്ഷെ അതങ്ങനെ പോകുമ്പോഴും അതവിടെ നിൽക്കട്ടെ, അത് ജനങ്ങളുടെ പ്രശ്നം. നമ്മൾ ഈ വീഡിയോ ചെയ്യുന്ന കാര്യം, ആൾ കേരള റേഷൻ ഡീലേഴ്സ് അസോസിയേഷൻകാർ സമരം പ്രഖ്യാപിച്ചിരിക്കുന്നു. അവർ നവംബർ 1 ചിലപ്പോൾ കടകളടച്ചിട്ട് തന്നെ സമരത്തിലേക്ക് പോകുമെന്ന് പറഞ്ഞിരിക്കുന്നു. നിയമസഭാ മാർച്ച് വെച്ചിട്ടുണ്ട്. ഇതെല്ലാം നടക്കുന്നതിൻ്റെ കാരണം അവർക്ക് 45 കിൻഡൽ വസ്തുക്കൾ കൊടുക്കുന്നതിന് വിറ്റ് പോകുന്നതിന് 18,000 രൂപയാണ് അവർക്ക് കമ്മീഷൻ പോലെ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അതിനകത്ത് വാടകയുടെ പ്രശ്നങ്ങളുണ്ട്. ചില സ്ഥലങ്ങളിൽ സ്വന്തം കെട്ടിടമുണ്ട്. പിന്നെ പല പ്രശ്നങ്ങളുണ്ട്. മറ്റ് ചിലവുകളെല്ലാം എടുക്കുമ്പോൾ അത് പറ്റത്തില്ല. 2018 ഒരു കമ്മിറ്റിയെ വെച്ചു. ആ കമ്മിറ്റി വളരെ കൃത്യമായി 25% കൂട്ടിക്കൊടുക്കാൻ തീരുമാനിച്ചു. 18,000-ൻ്റെ ഒരു 25% ആകുമ്പോൾ 1,800, 1,800, 3,600, പിന്നെ 900, അങ്ങനെ 4,000, 4,500 രൂപ അവർക്ക് കൂടുതൽ കിട്ടുന്ന നിലയിലേക്കുള്ള ഒരു ചർച്ച വന്നു. 18,000 എന്നുള്ള 22,500-നകത്ത് വരുന്ന അല്ലെങ്കിൽ അതിന് മുകളിൽ വരുന്നൊരു ചർച്ച വന്നു. പക്ഷേ ഉദ്യോഗസ്ഥർ തന്നെയാണ് കമ്മീഷന് വെച്ചത്. പക്ഷേ അത് നടന്നില്ല, അത് എങ്ങും എത്തിയില്ല. അതിൻ്റെ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുന്നില്ല, അത് കാര്യമെങ്ങും എത്തിയില്ല. അവർക്ക് ഫെസ്റ്റിവൽ അലവൻസ് വളരെ വിഷമത്തോടുകൂടി അതിൻ്റെ ആളുകൾ ചാനലുകളിലൊക്കെ പറയുന്നത് കേട്ടു. കഴിഞ്ഞ ഓണത്തിന് ഫെസ്റ്റിവൽ അലവൻസ് കൊടുത്തപ്പോൾ എല്ലാ വിഭാഗം ആളുകൾക്കും കൊടുത്തു. കൊടുക്കാത്ത വിഭാഗവും കുറച്ച് പേരുണ്ട്. അതിൽ പെട്ടുപോയി റേഷൻ വ്യാപാരികൾ. അവർക്കൊന്നും കൊടുത്തില്ല എന്നുള്ള സങ്കടം. 40% സ്ത്രീകളാണ് റേഷൻ വ്യാപാരം ചെയ്യുന്നത് എന്നുള്ളൊരു വിഷയമുണ്ട്. 8 മണിക്ക് തുറക്കേണ്ട കട 8 മണിക്ക് തുറന്നാൽ പ്രായോഗികമായി സ്ത്രീകൾക്ക് ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് 9 മണിക്ക് ആക്കണമെന്ന് പറഞ്ഞെങ്കിലും അത് 9 മണിക്കുള്ളതിലേക്ക് വന്നിട്ടില്ല. അതിനി വരേണ്ടതുണ്ട്. അപ്പോൾ പിന്നെ ഞാനീ പറഞ്ഞ പോലെ 45 കിൻഡൽ അരിയല്ല, ഈ സാധനങ്ങളെല്ലാം കൂടി കൊടുക്കുന്നതിനുള്ളൊരു ചാർജാണ് അത് വരുന്നത്. അത് പോരാ, അവർക്ക് ആവശ്യമായ പെൻഷൻ കൊടുക്കണം. ഒരു 5,000 രൂപയെങ്കിലും അവർക്ക് പെൻഷൻ വേണം. പിന്നെ അവർ 70 വയസ്സ് കഴിയുമ്പോൾ പിരിഞ്ഞു പോകണമെന്നാണ് പറയുന്നത്. അപ്പോൾ എന്തെങ്കിലും ഒരു തുക, ഒരു ടോക്കൺ മണി പോലെ കൊടുക്കണ്ടേ? അപ്പോൾ അതിനുള്ളൊരു സെസ്സൊക്കെ എങ്ങനെ ഏർപ്പെടുത്താൻ പറ്റും? ഈ റേഷൻ വാങ്ങുന്ന ആളുകളിൽ നിന്ന് വാങ്ങാൻ പറ്റുമോ? അത് എങ്ങനെയാണിത് അതറിയില്ല. സമ്പത്ത് എങ്ങനെ ഉണ്ടാക്കുമെന്ന് നമുക്കറിയില്ല. അത് ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയമാണ്. എങ്ങനെ സമ്പത്ത് ഉണ്ടാക്കിയാലും 70-ാം വയസ്സിൽ പിരിഞ്ഞു പോകുമ്പോൾ ഒരു 5,000 രൂപ വീതം പ്രതിമാസ പെൻഷൻ കിട്ടുന്ന നിലയിലും, അതുപോലെ തന്നെ അവർക്ക് അത്യാവശ്യം അവർക്കൊരു അംശാദായം കൊടുക്കുന്ന നിലയിലുമൊക്കെ ഉള്ള എങ്ങനത്തെ ചർച്ചകൾ ഉയർത്തിക്കൊണ്ട് വരാം എന്നുള്ളതാണ് റേഷൻ വ്യാപാരികളെ സംബന്ധിച്ചുള്ള വളരെ പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും റേഷൻ ഡീലേഴ്സ് അസോസിയേഷൻ സമരത്തിലേക്ക് പോവുകയാണ്. അവർ സമരത്തിൽ പോകുന്നതുകൊണ്ടല്ല നമ്മൾ ഈ വീഡിയോ ചെയ്തത്. ഈ വിഷയത്തിന് വളരെ കാലിക പ്രസക്തിയുണ്ട്. സമൂഹത്തിലെ ഏറ്റവും അശരണരായ ഒരുപാട് ജനങ്ങളുടെ വിഭാഗത്തിൽ നമുക്ക് തോന്നും റേഷൻ കട നടത്തുന്ന ആളല്ലേ, മുതലാളിയാണ്, റേഷൻ കട മുതലാളി എന്നൊക്കെ നമ്മൾ പറയുന്നത്. പക്ഷേ മുതലാളിയാണെങ്കിലും അവർക്ക് കിട്ടുന്ന കമ്മീഷൻ, കിട്ടുന്ന അലവൻസ്, ഇൻസെൻറ്റീവ് ഇത്രയേ ഉള്ളൂ. അത് നമ്മൾ തിരിച്ചറിയണം. അതുകൊണ്ട് അവർ സമരമാർഗത്തിലേക്ക് പോകുന്നു. അവരെ പോലുള്ള ആളുകൾ സമരമാർഗത്തിലേക്ക് പോകുന്നത് അവർ അന്നദാതാക്കളാണ് ഈ നാടിൻ്റെ. പോകുന്നത് ശരിയല്ല. അതുകൊണ്ട് അതിനു മുമ്പ് തന്നെ ചർച്ചകൾ നടത്തി. ഒരു ജെന്റിൽമാനാണ് നമ്മുടെ മന്ത്രി GR അനിൽ അവർ. അദ്ദേഹത്തിന് ഇത്തരം കാര്യങ്ങളൊക്കെ നല്ല ബോധ്യമുള്ള ആളാണ്. സ്വാഭാവികമായിട്ട് ഭക്ഷ്യവകുപ്പ് നല്ലൊരു ചർച്ച നടത്തി, മീറ്റിംഗ് നടത്തി ഇതിന് പരിഹാരമുണ്ടാക്കട്ടെ. നിരവധി തവണ മീറ്റിംഗ് നടന്നു എന്നാണ് പറയുന്നത്. ഇനിയും കൂടുതൽ ചർച്ചകൾ നടക്കട്ടെ. എന്തായാലും നമ്മുടെ അരി വിൽക്കുന്ന സ്ഥലം അല്ലെങ്കിൽ റേഷൻ കൊടുക്കുന്ന കട എന്നുള്ള നിലയിൽ റേഷൻ സ്ഥാപനങ്ങൾ നിലനിൽക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. അതൊരു 18,000 രൂപയ്ക്ക് ജോലി ചെയ്യുന്നത് വളരെ കുറഞ്ഞ ശമ്പളമാണ്, അല്ലെങ്കിൽ അലവൻസാണ്, അല്ലെങ്കിൽ ഇൻസെൻറ്റീവാണ്. അത് ഈ പറഞ്ഞ പോലെ 25%, 50% ഒക്കെ കൂട്ടിക്കൊടുക്കാനും അവർക്ക് പെൻഷൻ കൊടുക്കാനും അവർക്ക് മറ്റ് ആനുകൂല്യങ്ങൾ കൊടുക്കാനുമുള്ള ഒരു സാഹചര്യം സംസ്ഥാനത്ത് ഉണ്ടാകട്ടെ. അതിനുള്ള സമ്പത്തും അതിനുള്ള പണവും എങ്ങനെ കണ്ടെത്താം, തുകയും എങ്ങനെ കണ്ടെത്താം എന്നുള്ളതിനെക്കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്യേണ്ടത്. എന്തായാലും അവരുടെ പ്രശ്നം വളരെ ഗൗരവമാണ്. അത് സമൂഹവും ഗവൺമെൻറ്റുകളും കേന്ദ്ര സംസ്ഥാന ഗവൺമെൻറ്റുകൾ കൂട്ടായും അതുപോലെ പല രൂപത്തിലും അത് ഏറ്റെടുക്കേണ്ടതാണ്. തീർച്ചയായിട്ടും
നമ്മളെ സംബന്ധിച്ചിടത്തോളം സമൂഹത്തിലെ വ്യത്യസ്ത ജനവിഭാഗങ്ങളെക്കുറിച്ചുള്ള വീഡിയോ ചെയ്യുന്ന ഒരു ചാനൽ എന്നുള്ള നിലയിൽ ഞങ്ങൾ നിങ്ങളോടൊപ്പമുണ്ട്. ഞങ്ങളുടെ മറ്റൊരു ചാനലിലും ഈ കാര്യങ്ങൾ ചെയ്തിരുന്നു. ഈ ചാനലുകൾ കാണുക, സബ്സ്ക്രൈബ് ചെയ്യുക, പരമാവധി ആളുകളെ ഇതിനകത്തേക്ക് ബന്ധിപ്പിക്കുക. അങ്ങനെ വിവിധ സാമൂഹ്യ വിഷയങ്ങൾ ഞങ്ങൾ പറയുന്നു, നിങ്ങൾ ഏറ്റെടുക്കണം. അത് നമുക്ക് എല്ലായിടത്തേക്കും എത്തിക്കേണ്ടതുണ്ട്.